ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഇത്. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല മധുരമുള്ളൊരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സ്നാക്സ് നമ്മൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വേണ്ടത് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മളിത് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പഴത്തിനും അത്യാവശ്യം മധുരമുള്ളതാണ്. നല്ല പഴുത്ത പഴം എടുത്തുകൊണ്ട് തന്നെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു 2 അച്ച് ശർക്കര കറക്റ്റ് പാകം കേട്ടോ മധുരം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പഴുത്തതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം ഈ ഒരു നെയ്യിൽ. നല്ല പഴുത്ത പഴം എടുക്കണമെന്ന് പറയുന്നത് വെച്ചാൽ നെയ്യിൽ വേവിച്ച് വരുന്ന സമയത്ത്, അതായത് നല്ലപോലെ വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഈ ഒരു പഴം. ചെറിയ രീതിയിൽ പഴുത്തതാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പീസൊന്നും ഉടയാത്ത പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു പഴം. ഇനി നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം പഴമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് നേരമായി. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തേക്കാണ്. അത് ഇതുപോലെ നാക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ താഴെ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. തേങ്ങയ്ക്ക് അത്യാവശ്യം വേണം. അപ്പോഴേ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ആ തേങ്ങൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല മൂത്ത തേങ്ങ എടുക്കരുത്. ഒരു മീഡിയം മൂത്ത തേങ്ങ മാത്രം എടുത്താൽ മതി കേട്ടോ ഇങ്ങനത്തെ സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇപ്പോൾ തേങ്ങയ്ക്ക് ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം. ഇനി നിങ്ങൾക്ക് ശർക്കര ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചില ശർക്കരയിലൊക്കെ ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അംശമില്ലാത്ത ശർക്കര നമ്മൾ എടുത്ത് കുണിച്ചെങ്കിൽ ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ശർക്കരയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം വലിയ തരികളോട് കൂടിയിട്ടുള്ള റവ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി സാധാരണ റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനും. ഈ ഒരു പഴത്തിൻ്റെ മിക്സിൽ ഈ റവ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ലപോലെ യോജിച്ച് വരും. ഇനി നമുക്ക് ഈ റവ വേവാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൽ എന്തായാലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും പാൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇളം ചൂടിലുള്ളത് ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. റവയാണ്, അപ്പോൾ പാലൊക്കെ പെട്ടെന്ന് വറ്റി വരും. അപ്പോൾ പാല് വറ്റി വരുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോഴേ ഇത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. പാൽ ചേർത്തിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ ഒന്ന് ആയി കിട്ടും കേട്ടോ. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലാവും. ഇപ്പോൾ കണ്ടോ, പാൽ ചേർത്ത് 1 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരണം. നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒറ്റ ബോളായിട്ട് ഇങ്ങനെ വരണം. അതുപോലെ ആയി കിട്ടുന്നവരെ നമുക്ക് തന്നെ ഇളക്കി കൊടുക്കണം.
അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിരുന്നു. കണ്ടോ, നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടണം. കണ്ടോ, അങ്ങനെ മറിഞ്ഞ് വരണം. ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു കട്ടിയിലായിട്ട് കിട്ടണം. ഇതിപ്പോൾ സിമ്പിളായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതായത് ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വേറെ ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യൊന്നും അല്ലെങ്കിൽ ഓയിലൊന്നും പുരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന ഈ ഒരു സമയത്ത്. ഇതിപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തിട്ട് ഓയിലൊന്നും ഫ്രൈ ചെയ്യാതെ അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം ഓയിലിൽ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമല്ലേ, അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലൊക്കെ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നേന്ത്രപ്പഴവും റവയും വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.